ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിങ്ക്രണസ് മെഷീനിലെ ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു. അപ്പോൾ സിങ്ക്രണസ് മെഷീനിലെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഓൾട്ടർനേറ്ററിലെ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മളതിൻ്റെ ഓൾട്ടർനേറ്റർ ഓൺ ലോഡിലെ ഫേസർ ഡയഗ്രം അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, ഫേസർ ഡയഗ്രം ഓഫ് ഓൾട്ടർനേറ്റർ ഓൺ ലോഡ്. ഓക്കെ, ലോഡിലുള്ള സമയത്തുള്ള ഫേസർ ഡയഗ്രം. അപ്പം ലോഡ് നമ്മൾ ഓൾറെഡി അറിയാം, നമുക്ക് 3 ടൈപ്പ് ലോഡുകളൊക്കെയാണ് വരാറ് അല്ലേ. യൂണിറ്റി ലോഡ്, അതായത് നമ്മൾ 6 ലോഡുകളൊക്കെ വെക്കുമ്പോൾ, പിന്നെ ഒന്ന് നമ്മുടെ ലാഗിങ് ലോഡ്, സിമിലർലി ലീഡിങ് ലോഡ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ലോഡുകളാണ് നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് വരാറ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ലോഡുകളും അതിനെ കൊണ്ട് ഉണ്ടാവുന്ന വോൾട്ടേജിൻ്റെ കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂണിറ്റി PF കൺസിഡർ ചെയ്യുകയാണ്. ആ പവർ ഫാക്ടറി യൂണിറ്റി ആവുന്ന കേസിൽ, അതായത് അതേതാ ലോഡ്, 6 ലോഡാണ് ആ സംഭവം അല്ലേ, 6 ലോഡാണ്. അപ്പോൾ 6 ലോഡ് എഴുതുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേസർ ഡയഗ്രം വരയ്ക്കുന്നത് നമുക്കൊന്ന് പരിശീലിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളുടെ വോൾട്ടേജ് വരയ്ക്കും അല്ലേ. ഈ വോൾട്ടേജിൻ്റെ അതേ ലൈനിൽ തന്നെയാണ് ആരെ വരയ്ക്കുക, കറണ്ടിനെ വരയ്ക്കുക. കാരണം യൂണിറ്റി PFൽ രണ്ടും ഒരേ ഫേസാണ്, ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പിനെയാണ് നമ്മൾ IARA എന്ന് പറയുന്നത്. ഓക്കെ, IRA എന്നും പറയാറുണ്ട്, IARA എന്നും പറയാറുണ്ട്. പിന്നെ നമ്മൾ IRA പഠിച്ചു. ഇനി നമ്മൾക്ക് IXL വരക്കണം. ഓക്കെ, IXL എന്ന് പറയുമ്പോൾ അത് എത്ര ഡിഗ്രി ഇൻ ഫേസ് ആയിരിക്കും? അത് ഇൻ ഫേസ് ആയിരിക്കില്ല, അത് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കില്ല. എത്ര ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും? 90 ഡിഗ്രി. ശരിയല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരിക, IXL വരിക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് പുതിയൊരു ടെർമിനോളജികളും കൂടി വരും, അതാണ് നമ്മളുടെ IXA. ഓക്കെ, അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ അത് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യമായിട്ട് ലോഡൊന്നും കണക്ട് ചെയ്യുന്നില്ല, ലോഡൊന്നും കണക്ട് ചെയ്യാതിരിക്കുന്ന സമയത്തുള്ള EMF ആണ് നമ്മുടെ നോ ലോഡ് EMF. ഇനി ലോഡ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവും. ശരിയാണല്ലോ. അങ്ങനെ ക്ലോസ് പാത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കറണ്ട് ഉണ്ടാകുന്നത് അല്ലേ, കറണ്ട് ഫ്ലോസ്. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് 3 ടൈപ്പ് ഡ്രോപ്പ് വരുന്നത്, 3 ടൈപ്പ് ഡ്രോപ്പ് ഒക്കെ അറിയും. ആ 3 ടൈപ്പ് ഡ്രോപ്പുകളാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അത് ഒന്നാമതാണ് IRA. ഓക്കെ, നെക്സ്റ്റ് IXL, അതുപോലെ IXA. അപ്പോൾ ഈ RA എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ A എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, ആർമേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡ്രോപ്പാണ് നമ്മളുടെ എന്ത്, ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ്. നമ്മൾ റെസിസ്റ്റൻസ് ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് X എന്താണെന്ന് അറിയാം, റിയാക്റ്റൻസ് ആണെന്ന് അറിയാം. അപ്പോൾ Xൻ്റെ ഈ L റെപ്രസെൻ്റ് ചെയ്യുന്നത് ലീക്കേജിനെയാണ്. അപ്പോൾ ഓർക്കുക, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ലീക്കേജ് റിയാക്റ്റൻസ് ഡ്രോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്, ലീക്കേജ് റിയാക്റ്റൻസ് ഡ്രോപ്പ്. സിമിലർലി ഇവിടെയുണ്ട് IXA. ഓക്കെ, ഇതിൻ്റെ പേര് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഡ്രോപ്പ് എന്നുള്ളതാണ് അതിൻ്റെ പേര്, ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 സാധനങ്ങളെ നമ്മൾ ഈ ഫേസർ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഈ ഫേസർ ഡയഗ്രത്തിൽ നിന്നല്ല, എല്ലാ ഫേസർ ഡയഗ്രത്തിലും നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വരുന്ന ഡ്രോപ്പുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ഡ്രോപ്പിൽ ഒന്നാമത്തെ ഡ്രോപ്പാണ് നമ്മൾ ഈ IRA വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് IRA ആയാലും IARA ആയാലും ഒക്കെ കണക്കാണ്. ഇപ്പം IRA യൂസ് ചെയ്യുക, കാരണം എല്ലാത്തിലും IRA ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് IRA യൂസ് ചെയ്യുക, രണ്ടും കറക്റ്റാണേ, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ IRAയും XLയും നമ്മൾ എത്ര ഡിഗ്രിയാണെന്ന് പറഞ്ഞു, 90 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ IXL ഇങ്ങനെ വരച്ചത്. XA ആയാലും സിമിലർലി 90 ഡിഗ്രിയാണ്. സോ ദിസ് ഈസ് കോൾഡ് ആസ് IXA. ക്ലിയർ? അപ്പോൾ ഇൻഡിവിജ്വൽ ഡ്രോപ്പുകൾ വന്നു. ഇവ 3 നമ്മൾ ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ ഈ പറയുന്ന
റിസൾട്ടൻ്റ് ഇ എം എഫ്, അതാണ് ഈ പറഞ്ഞ ഇ ഒ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന മെയിൻലി നമ്മളുടെ ഇ ഒ ആണ് നമ്മൾ റിസൾട്ടൻ്റ്. ആ റിസൾട്ടൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഇ ഒ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡ്രോപ്പ്, അല്ലെങ്കിൽ നമ്മൾ മൊത്തം നമ്മളെ ടെർമിനൽ വോൾട്ടേജിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് എങ്ങനെ കിട്ടും? ടെർമിനൽ വോൾട്ടേജ് കിട്ടുക നമ്മളുടെ നോ ലോഡ് ഇ എം എഫിന്ന് ഓരോ ഡ്രോപ്പുകളും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? നമ്മളുടെ ടെർമിനൽ വോൾട്ടേജിനെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ 0 എന്ന് മൈനസ് ചെയ്യുക. ആരൊക്കെ മൈനസ് ചെയ്യുക? IR മൈനസ് ചെയ്യുക. സിമിലർലി IXL മൈനസ് ചെയ്യാം. IXA മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മളെ ഡ്രോപ്പ്, അതാണ് ടെർമിനൽ വോൾട്ടേജ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം E0 ഈക്വൽ ടു V പ്ലസ് IRA പ്ലസ് IXL പ്ലസ് IXA. ക്ലിയർ? ഇതാണ് നമ്മളുടെ റിസൾട്ടൻ്റ് ഇ എം എഫ് E0ൻ്റെ ഇക്വേഷൻ. ക്ലിയർ? ഇത് ഈ യൂണിറ്റി പവർ ഫാക്ടറിൽ മാത്രമല്ല, നമ്മൾക്ക് ബാക്കിയുള്ള ലോഡുകളിലും വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യമുള്ള അടുത്ത ലോഡാണ് നമ്മളുടെ ലീഡിങ് ലോഡ്. ഓക്കെ, ലീഡിങ് ലോഡ് എന്ന് പറഞ്ഞ ലീഡിങ് ലോഡ് അല്ലെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയുന്ന സാധനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ലീഡ് ചെയ്യുന്ന? കറണ്ട് ലീഡ് ചെയ്യുന്നതാണ് പറയുക അല്ലേ? നമ്മളെപ്പോഴും ഓർക്കാമല്ലേ, കറണ്ട് ലീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ഫേസർ ഡയഗ്രാം വരക്കുമ്പോൾ ഇത് V, ഇതാണ് നമ്മളുടെ I. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന ഫേസർ ഡയഗ്രത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കറണ്ട് ലീഡ് ചെയ്യുന്നു അര വോൾട്ടേജിന്. ഓക്കെ, അതൊരു ആംഗിൾ ഫൈ ആണെന്ന് വിചാരിക്കും. നമ്മൾ ബാക്കിയുള്ള ഫേസറുകൾ വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ IR അപ്പോൾ നമ്മൾ എവിടെ വരയ്ക്കാം? നേരത്തെ നമ്മൾ ഒരേ ആക്സിസിലായതുകൊണ്ടാണ് നേരെ വരച്ചത്. നമ്മൾ IR എവിടെ വരയ്ക്കുക? IR വരക്കേണ്ടത് നമ്മൾ കറണ്ട് എവിടെയാണ് വരച്ചത് അതേ സൈഡിലാണ് നമ്മൾ കറണ്ട് ഇത് IR വരക്കേണ്ടത്. സോ ദിസ് ഈസ് ദ IR. ഓക്കെ, ഇനി ഈ IR എന്ത് വിത്ത് റെസ്പെക്ട് നമ്മൾ IXL എങ്ങനെ വരയ്ക്കും? വി ഹാവ് ടു ഡ്രോ IXL ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് IXL. ക്ലിയർ? ദെൻ സിമിലർലി വി ഹാവ് ടു ഡ്രോ യെറ്റ് അനദർ റിയാക്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ, അതേതാണ് IXA. ശരിയല്ല? അപ്പോൾ IR ഉണ്ട്, അതുപോലെ തന്നെ IXL ഉണ്ട്, അതുപോലെ തന്നെ IR ഉണ്ട്. ഇവ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? EO എന്ന് പറയുന്നത്. ക്ലിയർ? ഇവ തമ്മിലുള്ളതിനാണ് നമ്മൾ E എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും EMF ആണ് കൺസിഡർ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് അത് മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലീഡിങ് PF കിട്ടിയത്. ഇനി ഈ ലീഡിങ് PFും ലാഗിങ് PFൻ്റെയും കാര്യങ്ങൾ പറയാം. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിൽ അറിയേണ്ട 2-3 സംഗതികളും കൂടി ഉണ്ട്. ഓക്കെ, അത് ഞാൻ വരുമ്പോൾ ഓരോ രീതിയിൽ പറയാം. അപ്പം പിന്നെ നമ്മൾ ഓർക്കേണ്ട അടുത്ത ഏതല്ല നമ്മൾ ലാഗിങ് PF. ലാഗിങ് PF എന്ന് വെച്ചാൽ എന്ത് ലാഗ് ചെയ്യുവാണ്? നമ്മളുടെ കറണ്ടാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഈസ് ലാഗിങ് അല്ലേ? കറണ്ട് ലാഗ് ചെയ്യുവാണ്. അപ്പോൾ ഈ കറണ്ട് ലാഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇത് ഫേസർ എങ്ങനെ വെച്ചാൽ ഇത് വോൾട്ടേജ് ആണെങ്കിൽ ഇതാണ് നമ്മളുടെ കറണ്ട്. എത്ര ആംഗിൾ? ഒരു 5 ആംഗിളിൽ. ക്ലിയർ? അപ്പോൾ ഈ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആരും വരിക? നമ്മളുടെ ഡ്രോപ്പും വരിക. അതാണ് നമ്മുടെ IR. ക്ലിയർ? ഇനി അതിൻ്റെ 90-ലാണ് ആര് വരിക? IXL വരിക. സിമിലർലി അതേ ഡയറക്ഷനിലാണ് നമ്മൾ ആരും വരിക? നമ്മുടെ IXAയും വരിക. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഇതും ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മൾ റിസൾട്ടൻ്റ് EMF EO കിട്ടുക. ഇവിടുത്തെ റിസൾട്ടൻ്റാണ് നമ്മുടെ E. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുക. ഇങ്ങനെ വരക്കുന്ന ഈ ഫേസർ ഡയഗ്രത്തിൽ നമ്മളൊരു ജനറൽ ഇക്വേഷൻ ഫോം ചെയ്യും. ഓക്കെ, ആ ജനറൽ ഇക്വേഷനാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ആ ജനറൽ ഇക്വേഷൻ ഇപ്പോൾ എഴുതാം. ദ ജനറൽ ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് നമ്മുടെ നോ ലോഡ് വോൾട്ടേജ് E0 വിത്ത് റെസ്പെക്ട് ആണ് പറയുന്നത്. E0 ഈക്വൽ ടു റൂട്ട് ഓഫ്
വി കോസ് ഫൈ പ്ലസ് ഐ എ ആർ എ, ഞാൻ പറഞ്ഞു ഐ ആർ എന്ന് എഴുതാൽ ഐ ആർ എ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ, ഐ ആർ എ ഹോൾ സ്ക്വയർ പ്ലസ് വി സൈൻ ഫൈ പ്ലസ് മൈനസ് ഐ എ ഇൻറ്റു എക്സ് എസ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ നോ ലോഡ് ഓൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജ്. ഓക്കെ, ഈ നോ ലോഡ് ഓൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജിൽ ഇത് നമ്മൾ പറഞ്ഞത് ഏതിൻ്റെയാണ്? ഓൾട്ടർനേറ്ററാണ്. ഓക്കെ, ഓൾട്ടർനേറ്റർ ക്ലിയർ. ഈ ഓൾട്ടർനേറ്ററിൽ ഈ പ്ലസ് ഡിഫൈൻ ചെയ്തത് ഏത് പി എഫ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദ ലാഗിങ് പവർ ഫാക്ടർ. സിമിലർലി മൈനസ് ഡിഫൈൻസ് ഇറ്റ് ആസ് ദ ലീഡിങ് പവർ ഫാക്ടർ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് ഏത് മെഷീനിലാണ്? ഇത് സിങ്ക്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള ഓൾട്ടർനേറ്ററിലാണ് ഈ ഇക്വേഷൻ. ഇനി ഇതേപോലത്തെ ഇക്വേഷൻ നമ്മളെ സിങ്ക്രണസ് മോട്ടറിലും ഉണ്ട്. ഓക്കെ, സിങ്ക്രണസ് മോട്ടറിൽ ഈ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ സീറോ ഈക്വൽ ടു റൂട്ട് ഓഫ് വി കോസ് ഫൈ മൈനസ് ഐ എ ആർ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വി സൈൻ ഫൈ പ്ലസ് ഓർ മൈനസ് ഐ എ എക്സ് എസ് ദ ഹോൾ സ്ക്വയർ. സെയിം ഇക്വേഷനാണ്, ചെറിയൊരു മാറ്റം മാത്രം. മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇവിടെ പ്ലസ് ആയിരുന്നു, അതിന് പകരം ഇവിടെ എന്താണ്? മൈനസ് ആണ്. വേറെ ചേഞ്ചുകളൊന്നുമില്ല. ക്ലിയർ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ പ്ലസ് ആയിരുന്നു ലാഗിങ്ങിൽ, ഇവിടെ മൈനസ് ആണ് എന്ത്? നമ്മളുടെ ലാഗിങ് പി എഫ്. ഇവിടെ പ്ലസ് ആണ് നമ്മളുടെ എന്ത്? ലീഡിങ് പവർ ഫാക്ടർ. ക്ലിയർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, എന്ത് എക്സസ് എന്ന് പറയുന്നത് അല്ലേ? എക്സസിനെ കുറിച്ച് പറയാം. അതായത് എക്സസ് എന്ന് പറയുന്നതിൻ്റെ ടേമാണ് ആക്ച്വലി സിങ്ക്രണസ് റിയാക്റ്റൻസ്. ഓക്കെ, എക്സസ് ആണെന്ത്? സിങ്ക്രണസ് റിയാക്റ്റൻസ്. ഈ സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് റിയാക്റ്റൻസുകൾ പഠിച്ചല്ലോ. അതൊക്കെ നമ്മൾ ലീക്കേജ് റിയാക്റ്റൻസും അതുപോലെ തന്നെ ആർമേച്ചർ റിയാക്റ്റൻസും. ഈ ലീക്കേജ് റിയാക്റ്റൻസിൻ്റെയും ആർമേച്ചർ റിയാക്റ്റൻസിൻ്റെയും സമ്മാണ് നമ്മൾ പറയുന്ന ഏത്? നമ്മളെ സിങ്ക്രണസ് റിയാക്റ്റൻസ്. സോ എക്സ് എസ് ഈക്വൽ ടു അവർ എക്സ് എൽ പ്ലസ് എക്സ് എ. ക്ലിയർ. ഇത് നമ്മൾക്ക് ഇത് ഓർത്ത് വയ്ക്കുക. ഇത് ചോദിക്കാറുണ്ട്. സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എൽ പ്ലസ് എക്സ് എ ആണ്. ഇത് നമ്മൾക്കൊരു യൂണിറ്റി പവർ ഫാക്ടർ എടുക്കുകയെന്ന് വിചാരിക്കും. അതായത് ഫോർ യൂണിറ്റി പവർ ഫാക്ടറിൽ എടുക്കുന്ന സമയത്ത് യൂണിറ്റി പവർ ഫാക്ടറിൽ നമ്മൾ കോസ് ഫൈ എത്രയാണ്? കോസ് ഫൈ 1 ആണ്, ശരിയല്ലേ? അല്ല സൈൻ ഫൈയോ? സൈൻ ഫൈ 0 ആയിക്കോല്ലോ, യൂണിറ്റി അല്ല. അപ്പോൾ ഈ സാധനം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് യൂണിറ്റി പവർ ഫാക്ടർ ഇക്വേഷൻ കിട്ടും. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? നമ്മളിവിടെ എന്താ കോസ് ഫൈക്ക് പകരം 1 കൊടുക്കുക, സൈൻ ഫൈക്ക് പകരം 0 ഒക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇ എം എഫിൻ്റെ ഇക്വേഷൻ കിട്ടും. പക്ഷെ നമുക്കത് ആവശ്യമില്ല, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. യൂണിറ്റി പവർ ഫാക്ടറിൽ അങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. ക്ലിയർ. ഇനി നമ്മൾ അടുത്തൊരു ടേം പഠിക്കുകയാണ്. നമ്മുടെ സിങ്ക്രണസ് റിയാക്റ്റൻസ് പോലെ ഒരു ടേമാണ് സിങ്ക്രണസ് ഇംപിഡൻസ് എന്നുള്ളത്. ഓക്കെ, എന്താണ് സിങ്ക്രണസ് ഇംപിഡൻസ്? സിങ്ക്രണസ് ഇംപിഡൻസ് ZS എന്ന് പറയുന്ന സാധനം ആയിക്കോട്ടെ. നമ്മുടെ സാധാരണ ഇംപിഡൻസ് തന്നെയാണ്. എന്താണ്? റൂട്ട് ഓഫ് ആർ എ സ്ക്വയർ പ്ലസ് എക്സ് എസ് സ്ക്വയർ. നമ്മൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പോലെ റൂട്ട് ഓഫ് ആർ എ സ്ക്വയർ പ്ലസ് എക്സ് എസ് സ്ക്വയർ. അതിൽ എക്സ് എസ് എന്ന് പറയുന്നത് ഈ എക്സ് എസ് ആണ്. ക്ലിയർ. അപ്പോൾ അതാണ് നമ്മൾക്ക് ഈ ആർമേച്ചർ റിയാക്ഷൻ ഓൺ ലോഡിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇത് തീർന്നിട്ടില്ല, നമ്മൾ ഇനിയും ബാക്കിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏതിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ആണ്? നമ്മൾ പറഞ്ഞു 3 ഡ്രോപ്പുകളുണ്ട് അല്ലേ? അതായത് അവർ കോസസ് ഫോർ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഒന്നാമത്തെ കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ റെസിസ്റ്റൻസ്. അതിന് നമ്മൾ വിളിച്ച പേരാണ് IARA ഡ്രോപ്പ്. രണ്ടാമത്തെ ഡ്രോപ്പ് നമ്മൾ ലീക്കേജ് റിയാക്റ്റൻസ് വിത്ത് റെസ്പെക്ട്, അതാണ് IAXL ഡ്രോപ്പ്. സിമിലർലി മൂന്നാമത്തെ ഡ്രോപ്പാണ് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ, അതാണ് IAXA ഡ്രോപ്പ്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡ്രോപ്പുകൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ എക്സസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. സിമിലർലി ഓർക്കുക, നമ്മൾ ഈ പറഞ്ഞ ZSനെ നമ്മൾ ശരിക്കും എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ RA പ്ലസ് J ഇൻറ്റു XS എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും മാറ്റി എഴുതാം. RA ഇൻറ്റു
RA പ്ലസ് ജെ ഇൻറ്റു എക്സ് എ പ്ലസ് എക്സ് എൽ. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നാണ് ആക്ച്വലി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുമ്പോൾ √RA² പ്ലസ് x² എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു 2-3 ആഡപ്പ് പോയിന്റും കൂടി പറഞ്ഞുതരാം. ഈ പറയുന്ന ഡ്രോപ്പുകൾക്ക് ഒരു പെർ യൂണിറ്റ് വാല്യൂകളും കൂടി ഉണ്ട്. IARA ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈസ് 0.1 പെർ യൂണിറ്റ്. സിമിലർലി IAXL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.15 പെർ യൂണിറ്റ്. ദെൻ IAXA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.84 പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ IAZS എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ 1 പെർ യൂണിറ്റ് ആണ്. കാരണം ഇത് മൊത്തം സമ്മല്ലേ. അപ്പോൾ IAZS എന്ത് വരും? ഇറ്റ് വിൽ ബി 1 പെർ യൂണിറ്റ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോപ്പിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ ടേമിൽ ഡിഫൈൻ ചെയ്യുവാണ്, അതാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്നുള്ളത്. ഓക്കെ, എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ? ഈ വോൾട്ടേജ് റെഗുലേഷനെ സംബന്ധിച്ച് പറയാമ്പോൾ നമ്മളെപ്പോഴും റെഗുലേഷൻ എന്ന് പറയുന്ന സാധനം ആക്ച്വലി റെഗുലേഷൻ ഈസ് ഈക്വൽ ടു നമ്മളുടെ E-V/V × 100 ആണ് അല്ലേ. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ മാത്രമേ നമ്മളത് ഡിനോമിനേറ്ററിൽ നോ ലോഡ് വരുന്ന ഒരു കാര്യം പഠിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും നമ്മൾ ഈ പറഞ്ഞ ഒരു സ്കീം ഓഫ് റെഗുലേഷനിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ E-V/V × 100 ആണ് നമ്മളുടെ റെഗുലേഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ റെഗുലേഷൻ തന്നെ നമുക്ക് പല ടൈപ്പ് കണ്ടീഷനുകൾ ഉണ്ടാവും അല്ലേ. മാക്സിമം അതുപോലെ തന്നെ മിനിമം കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റെഗുലേഷൻ്റെ നമ്മൾ ട്രാൻസ്ഫോമറൊക്കെ പഠിച്ച പോലെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് 2-3 പോയിന്റ് വൈസ് മാത്രമേ പഠിക്കാനുള്ളൂ ഇതിൽ. അപ്പോൾ ആ 2-3 പോയിന്റ് വൈസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് സീറോ റെഗുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ സീറോ റെഗുലേഷൻ ഏത് പവർ ഫാക്ടറിലാണ് ഒക്കർ ചെയ്യുക എന്നുള്ള പോയിന്റ് അറിയണം. നമ്മളെ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഏത് പവർ ഫാക്ടറിലാണ് ഒക്കർ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ലീഡിങ് പവർ ഫാക്ടർ. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, ലീഡിങ് പവർ ഫാക്ടറിലാണ് സീറോ റെഗുലേഷൻ ഒക്കർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ അതെന്ത് ലോഡായിരിക്കും? കപ്പാസിറ്റി ലോഡല്ലേ, അതൊക്കെ അറിയാമല്ലോ. സിമിലർലി അടുത്തത് മാക്സിമം റെഗുലേഷൻ. ഓക്കെ, മാക്സിമം റെഗുലേഷൻ ഏത് പവർ ഫാക്ടറിലാണ് ഒക്കർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പവർ ഫാക്ടർ ഒക്കേഴ്സ് ഇൻ യുവർ ലാഗിങ് പവർ ഫാക്ടർ ലോഡ്. ലാഗിങ് പവർ ഫാക്ടറിലാണ് നമ്മളുടെ മാക്സിമം റെഗുലേഷൻ ഒക്കർ ചെയ്യുക, അതായത് ഹൈലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ലോഡുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു കർവ് പോലെ വരക്കുവാണെങ്കിൽ, നമ്മൾ റെഗുലേഷൻ കർവ് വരക്കുവാണെങ്കിൽ യു ക്യാൻ draw it like this. നമ്മൾ ZPF ലാഗ് പവർ ഫാക്ടർ, ഇത് പെർസെൻറ്റേജ് പോസിറ്റീവ് റെഗുലേഷൻ, ഇതുപോലെ ഇത് പെർസെൻറ്റേജ് നെഗറ്റീവ് റെഗുലേഷൻ. ഓക്കെ, ഇവിടുത്തെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ you will be getting like this. നമ്മളെ ZPF നമ്മളുടെ ലീഡ് പവർ ഫാക്ടറാണ്. 0.2, 0.4, 0.6, 0.8. ഓക്കെ, ഇതാണ് നമ്മളെ UPF. 0.8, 0.6, 0.4, 0.2. ഇവിടെയാണ് നമ്മൾ മാക്സിമം റെഗുലേഷൻ ഒക്കെ ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ വോൾട്ടേജ് റൈസ്. ഇവിടുന്ന് ഈ ഒരു ബാർ കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് കൂടുതലായി അല്ലേ. അപ്പോൾ അതാണ് വോൾട്ടേജ് റൈസ്. ഓക്കെ, ഇതിൽ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാലും മതിയാവും. അതായത് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫോർ ഏത് പവർ ഫാക്ടർ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫോർ യൂണിറ്റി പവർ ഫാക്ടർ
ആൻഡ് ലാഗിങ് പി എഫ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഫോർ യൂണിറ്റി പവർ ഫാക്ടർ ആൻഡ് ലാഗിങ് പി എഫ്. ഇനി നമ്മളുടെ വോൾട്ടേജ് റെഗുലേഷൻ മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ, ഏതും ആവാം. ഓക്കെ, ഫോർ ഏത് പവർ ഫാക്ടറിനാണ്? ലീഡിങ് പവർ ഫാക്ടർ എന്നാണ് ഈ 3 റെഗുലേഷനുകൾ വരിക. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഏതിന് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾക്ക് മാക്സിമം സീറോ എന്നുള്ള കേസിന് പകരം നമ്മൾക്ക് ഇങ്ങനെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ള കേസിലാണ് ചോദിക്കുന്നതെങ്കിൽ ഓർക്കുക പോസിറ്റീവ് ഫോർ ലാഗിങ് ആൻഡ് യുവർ യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് ഏതിൽ പവർ ഫാക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ റെഗുലേഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ളൂ. ഓക്കെ, ഇനി ഈ റെഗുലേഷൻ അല്ലെങ്കിൽ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ കാണാനുള്ള 2-3 മെത്തേഡുകളുണ്ട്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് അറിയേണ്ട ഒരു 2-3 മെത്തേഡുകളാണ് നമ്മുടെ വോൾട്ടേജിൻ്റെ റെഗുലേഷൻ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ മെത്തേഡ്സ് എടുക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഈ വോൾട്ടേജ് റെഗുലേഷൻ മെത്തേഡ്സിന് മുന്നേ നമ്മൾക്ക് ഈ ഓൾട്ടർനേറ്ററിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്കുകളുണ്ട്. നമ്മൾക്ക് പല ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കാമല്ലോ, OCC, SCC ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വോൾട്ടേജ് റെഗുലേഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾട്ടർനേറ്റർ. ഓക്കെ, ഇതിലധികം കൂടുതലായിട്ട് ഡെപ്തിലൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് ഇത് ഏതൊക്കെ തമ്മിൽ പ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? അതായത് നമുക്ക് ഏതൊക്കെ ആണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ നമ്മുടെ എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണ് എന്നുള്ള കേസുകൾ മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ മാത്രമേ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അത് നോക്കാം, നമുക്ക് ഏതൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ക്യാരക്ടറിസ്റ്റിക്കിൽ നമുക്കൊരു 5-6 ക്യാരക്ടറിസ്റ്റിക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ ക്യാരക്ടറിസ്റ്റിലും പറയാൻ നമുക്ക് ഇതൊക്കെ ആക്ച്വലി പറയുന്നത് നമ്മളൊരു 2 വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ റീഡിങ് എടുക്കും, ആ റീഡിങ് പ്ലോട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു, ഇത് നമ്മൾ വേരി ചെയ്യുന്നു, ഇതാണ് ഫീൽഡ്. സിമിലർലി നമ്മൾ you will be having yet another diagram. ഇവിടെ നമ്മൾ ഇതിൻ്റെ അക്രോസ് ആണ് നമ്മൾ വോൾട്ട് മീറ്റർ വെക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ലോഡിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് എന്ത് കണക്ട് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ലോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോഡ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ക്യാരക്ടറിസ്റ്റിക് ബിൽഡപ്പ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നമ്മളുടെ ലോഡ് കണക്ട് ചെയ്തുകൊണ്ടുള്ള നോക്കാം, അതിനെ നമുക്ക് ഒരു തരത്തിൽ വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ലോഡിനെ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം അല്ലേ. അപ്പോൾ ആ ഒരു തരത്തിൽ പറയുമ്പോൾ വി ആർ ഹാവിങ് ക്യാരക്ടറിസ്റ്റിക്. അതിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മളുടെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്. അതായത് നമ്മുടെ സർക്യൂട്ട് എന്ത് ചെയ്യുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്, അല്ലെങ്കിൽ സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഇങ്ങനത്തെ പേരുകളിൽ അറിയപ്പെടുന്നതാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്കുകൾ. ഓക്കെ, ഇതിൽ തന്നെ നമ്മളുടെ നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഗ്രാഫ് പോലെ വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാണ് നമ്മളുടെ ഐഡിയലി വരേണ്ട കർവ്. നമ്മൾ ഐഡിയൽ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, പക്ഷേ നമുക്ക് ആക്ച്വൽ ക്യാരക്ടറിസ്റ്റിക് ഈ ഒരു തരത്തിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വോൾട്ടേജ് റീഡിങ്, ഇവിടുത്തെ എന്തെങ്കിലും ഒരു കറണ്ട് റീഡിങ്, ഇവിടെ ഒരു വോൾട്ടേജ് റീഡിങ് കിട്ടും. ഇത് ഏതൊക്കെ തമ്മിൽ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ നമ്മൾ പ്ലോട്ടിങ് എന്ന് വെച്ചാൽ ഇവിടെ IF ഫീൽഡ് കറണ്ടും ഇവിടെ ഇയോ I0 എന്തായാലും പ്രശ്നമില്ല, EMF ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ OCC ഏതൊക്കെ തമ്മിലാണ് പ്ലോട്ട് ചെയ്യുന്നതാണ് ചോദ്യം ചോദിക്കുക. അപ്പോൾ E vs IF ആണ് വിത്ത് യുവർ സ്പീഡ് കോൺസ്റ്റൻറ്റ്. സ്പീഡിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, എന്നിട്ട് E vs IF കാണുക. ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്കുകൾ പ്ലോട്ട് ചെയ്യുക എന്നുള്ള പഠിക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത് രണ്ടാമത്തതായിട്ട് പഠിക്കാനുള്ളത് ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് SCC. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്കിൽ പഠിക്കാനുള്ളത്
നമ്മൾ നേരത്തെ ആ ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗറിൽ നമ്മളിവിടെ ഷോർട്ട് ചെയ്യുവാണ്. ഈ ലോഡ് എന്ത് ചെയ്തു, നമ്മൾ ഷോർട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ലോഡ് ഷോർട്ട് ചെയ്യുന്നതോടൊപ്പം ഈ വോൾട്ട് മീറ്റർ മാറ്റിയിട്ട് ഇവിടെ ഒരു അമ്മീറ്ററിനും പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ റീഡിങ് കാണാം. നമ്മൾ ആ ഫീൽഡ് വൈനിങ് ഒക്കെ മാറ്റി റീഡിങ്ങുകൾ കാണാം. അങ്ങനെ കിട്ടുന്ന കർവാണ് നമ്മളുടെ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ്. അതിൻ്റെ കർവ് എങ്ങനെയാണ് അത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇപ്പോഴും ഇവിടെ നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ആ 2 കറണ്ടുകൾ തരിക, അതായത് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, അതുപോലെ തന്നെ ഫീൽഡ് കറണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ISC വീസസ് IF. ഓക്കെ, ദിസ് ഈസ് ദ പ്ലോട്ടിംഗ് ഓഫ് യുവർ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക് ആണ്. സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക് ZPFC എന്ന് പറയും. ഓക്കെ, ZPFC. ഇപ്പോൾ ZPFCൻ്റെ ഫിഗർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പഠിച്ച് പോകേണ്ട കുറച്ച് കേസുകളേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്ര പ്രശ്നമില്ലാത്തത്. ഓക്കെ, അപ്പോൾ ZPFC ആരൊക്കെ തമ്മിൽ പ്ലോട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പ്ലോട്ടഡ് ബിറ്റ്വീൻ V ആൻഡ് IF. ഓക്കെ, വിയും IFും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ZPFC. V വീസസ് V എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് വീസസ് ഫീൽഡ് കറണ്ടാണ് നമ്മുടെ ZPFC. അപ്പോൾ ഓർക്കുക, അവിടെ കണ്ടീഷനുകളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആവണം, അതുപോലെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0 പവർ ഫാക്ടർ ലാഗാണ്. സിമിലർലി നമ്മളുടെ കറണ്ട് എന്താണ്? അവിടെ കറണ്ട് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അതിൽ അറിയാനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ZPFCനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 4th പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്. അതാണ് ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്. സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്. ഈ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്കിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്കിൽ ഏതാണ് നമ്മളുടെ ആൻസർ വരിക? ഈ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്കിൽ ഏതാണ് നമ്മൾക്ക് ആൻസർ വരിക നോക്കാം. ഇപ്പോൾ ലോഡ് സാച്ചുറേഷൻ കർവിൽ നമ്മൾ ഇതുപോലെ തന്നെ കർവ് വരയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ളൊരു പോയിന്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഈ കർവ് ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് നമ്മളുടെ കർവ്. ഇത് ZPF ലാഗ്, ഇത് 0.6 ലാഗ്, ഇത് 0.8 ലാഗ്, ഇത് UPF, ഇത് 0.8 ലീഡ്, ഇത് 0.6 ലീഡ്, ഇത് ZPF ലീഡ്. ക്ലിയർ? ഇവ തമ്മിലുള്ള ആക്സിസ് അല്ലെങ്കിൽ നമ്മൾക്ക് അതിലുള്ള ഏതൊക്കെ പ്ലോട്ടിംഗ് ആണെന്ന് അറിയണം. ദാറ്റ് ഈസ് V വീസസ് IF. അഗെയിൻ V വീസസ് IF ആണ്. നേരത്തെ നമ്മൾ V വീസസ് ടെർമിനൽ വോൾട്ടേജ് വീസസ് IFനാണ്. പക്ഷേ ഇവിടെ ചെറിയ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റൻസിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നേരത്തെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരുന്നു, ഇവിടെയും സ്പീഡ് കോൺസ്റ്റൻ്റാണ്. പക്ഷേ ഇവിടുത്തെ പവർ ഫാക്ടർ നേരത്തെ ZPF ലാഗ് ആയിരുന്നു. ഇവിടുത്തെ പവർ ഫാക്ടർ എന്താണ്? ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ പവർ ഫാക്ടർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ പവർ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി നമ്മളുടെ കറണ്ടും എന്താണ്? ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി നമുക്ക് ലോഡ് സാച്ചുറേഷൻ കർവിൽ അറിയണം. ഇനി അടുത്തത് എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അടുത്തത് ഏതാണ്? എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക്. എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം. എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് പ്ലോട്ടിംഗ് വരണം. ഗ്രാഫൊന്നും അങ്ങനെ ചോദിക്കാറില്ല, ഇതിൻ്റെ ഏതൊക്കെ തമ്മിലുള്ള പ്ലോട്ടിംഗ് എന്നുള്ള കാര്യം ചോദിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത്.
നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ എടുത്ത് തരാറുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ആവശ്യമില്ല. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ പരിപാടി. ലാഗ് ഇവിടെ ഒരു ഗ്രാഫും കൂടി വരും, അത് UPF-ൻ്റെ ആണ്. ഇവിടെ 0.8 ലീഡ്, ഇവിടെ 0.6 ലീഡ്, ഇവിടെ ZPF ലീഡ്. ഓക്കെ, നമ്മളറിയുക എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക്കുകൾക്ക് ഏതൊക്കെ തമ്മിലാണ് പ്ലോട്ടിങ് വരുന്നതെന്ന് നമുക്ക് അറിയണം. ഓക്കെ, എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെ തമ്മിലാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പ്ലോട്ടഡ് ബിറ്റ്വീൻ V വേഴ്സസ് IA. ഓക്കെ, വിയും IAയും തമ്മിലുള്ള പ്ലോട്ടിംഗ് ആണ് വരുന്നത്. ഓക്കെ, വിയും IAയും. അപ്പം വിയും IAയും തമ്മിലുള്ള പ്ലോട്ടിങ്ങിൽ നമ്മൾ ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ് എന്നുള്ളത് അറിയണം. അപ്പോൾ ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ് വരുന്നത്? സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, നമ്മളുടെ പവർ ഫാക്ടർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി IF എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? അതാണ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിക്കുന്നത് കോമ്പൗണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനത്തെ പ്ലോട്ടിങ് മാത്രമേ കാര്യമായിട്ട് ചെയ്തു. ഇതൊക്കെ കുറച്ചൊരു ടഫ് സാധനമാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അത് മാത്രമേ അറിയാനുള്ളൂ. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിങ് ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കേസിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് കറണ്ടുകൾ തമ്മിലുള്ള സാധനമാണ്. അപ്പോൾ രണ്ട് കറണ്ടുകൾ തമ്മിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ IF വേഴ്സസ് IA. ഓക്കെ, IF-ഉം IA-യും തമ്മിലുള്ള പ്ലോട്ടിംഗ് ആണ്. IF-ഉം IA-യും തമ്മിലുള്ള പ്ലോട്ടിംഗ് വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ കോമ്പൗണ്ടിങ് ക്യാരക്ടർ. ഇവിടെയും സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ പവർ ഫാക്ടർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ വോൾട്ടേജും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പ്ലോട്ടിംഗ് ആണ് ഇവിടെയും കാര്യമായിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമ്പൗണ്ടിങ് ക്യാരക്ടറിൻ്റെ പ്ലോട്ടിംഗ് നോക്കുക, എക്സ്റ്റേണൽ ലോഡിൻ്റെ പ്ലോട്ടിംഗ് നോക്കുക, ലോഡ് സാച്ചുറേഷൻ നോക്കുക, നിങ്ങൾ ZPFCൻ്റെ നോക്കുക, ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഇത് പഠിക്കുക, OCCൻ്റെയും പഠിക്കുക. ഓക്കെ, അത്രയൊക്കെ തന്നെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ, അത്രയും നമ്മളെ നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുക. നമുക്കിനി ആ വോൾട്ടേജ് റെഗുലേഷൻ്റെ മെത്തേഡുകൾ പഠിക്കാനുണ്ട്. ആ വോൾട്ടേജ് റെഗുലേഷൻ്റെ മെത്തേഡുകളും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളെ എന്ന് പറയാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.